അയ്യോ, ഒരു വലിയ പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പം എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനൊരു ഒരു ട്രിപ്പ് പോയിരുന്നു, ഒരു ഉദയ്പൂർ ട്രിപ്പ് പോയിരുന്നു 2 ദിവസത്തേക്ക്. അപ്പം ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തു, അവിടെ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അവിടുന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ സാരിയുടെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ്സ് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അവർ ഇന്ന് എനിക്ക് പാഴ്സൽ ചെയ്ത് അയച്ചതാണ്. കാരണം എല്ലാം കൂടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് പാഴ്സൽ ചെയ്ത് അയച്ചതാണ്. അപ്പം എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനൊരു പർച്ചേസിങ് നടത്തിയത് ഞാൻ ആദ്യമായിട്ടാണ്. അത് ഒറ്റയ്ക്ക് പോയിട്ടൊരു പർച്ചേസിങ് നടത്തിയതിൽ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതിലൊന്ന്. നല്ല സ്ഥലമാണ് കേട്ടോ ഉദയ്പൂർ. ഞാനൊരു വീക്കെൻഡ് ഇത് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. 2 ദിവസം ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ നോക്കണമായിരുന്നു. നമ്മൾ ഓരോ മാർക്കറ്റിൽ പോയി നോക്കുമ്പോഴേ, അവിടെ പോയി നോക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ കളക്ഷൻസിൻ്റെ ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പണി വേറെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രാവലിംഗ് ചെയ്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒറ്റയ്ക്ക് അതിൻ്റെയും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തു. അപ്പം നോക്കാം. ഭയങ്കര വലിയ പാക്കിംഗ് ആണ്, ഡബിൾ ട്രിപ്പിൾ പാക്കിംഗ് ആണ്. അത് സർവീസ് ഇപ്പം 2 ദിവസം കൊണ്ട് കൊറിയർ ഡൽഹിയിലെത്തി ഉദയ്പൂരിൽ നിന്ന്. നോക്കാൻ ഇതൊക്കെയാണ്. ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ലിമിറ്റഡ് സ്റ്റോക്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനാർക്കെങ്കിലും കൂടുതൽ ഓർഡർ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് ഇനി ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വേണ്ടേ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇത് കുർത്തീസ് ആണ്. ഷോർട്ട് കുർത്തിയാണിത്, കോട്ടണില്. ഇങ്ങനത്തെ പ്രിന്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ പറ്റിയ, അല്ലെങ്കിൽ വലിയൊരു ജീൻസിൻ്റെ കൂടെ ഒക്കെ ടോപ്പ് ഉണ്ടെങ്കിൽ പറ്റിയ ഷർട്ട് ടൈപ്പ് ടോപ്പ്. ഇങ്ങനത്തെ പ്രിന്റ്സുകളെ ടിപ്പിക്കൽ രാജസ്ഥാനി പ്രിന്റ്സ് ഉള്ളത്. പിന്നെ ഇതൊരു ലോങ് കുർത്തിയാണ്. ഇതിന്റെ തന്നെ വേറൊരു പ്രിന്റ്. അല്ല, വളരെ സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. ഫാബ്രിക് വളരെ സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. നമുക്ക് സമ്മറിൽ ഇടാൻ പറ്റിയ കംഫർട്ടബിൾ ക്ലോത്ത് ആണിത്. അപ്പൊ അടുത്തത് ബെഡ്ഷീറ്റ്സ്. എന്നോട് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ്. കുറച്ച് പ്രൈസ് കൂടുതലുള്ളതാണ്. ഇത് കുറച്ച് കിങ് സൈസ് പ്ലസ് ആണിത്. ബ്യൂട്ടിഫുൾ ആണ്. ഇത് കണ്ട ആനയുടെയൊക്കെ പ്രിന്റ് ഉള്ളതാണ്. നല്ല നല്ല മെറ്റീരിയൽ, കോട്ടൺ നല്ല മെറ്റീരിയലാണ്. നല്ല ലെങ്ത്. ഞാനിവിടെ തുറന്നു നോക്കിയതാണ്. പില്ലോ കവറാണ് ഇത്. ഡബിൾ ഷെയ്ഡാണ് പില്ലോ കവർ. ഈ പില്ലോ കവറും അതേ ഡിസൈനില്. വളരെ എന്താ പറയാ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണെന്നുള്ളതാണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. നമുക്കത് പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. എന്നോട് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്, ഓർഡറിൽ കൊണ്ടുവന്നാണിത്. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഇത് കുറച്ചും കൂടെ കുറഞ്ഞ വിലയുടെ മെറ്റീരിയലാണ്. ഇതും ബെഡ്ഷീറ്റ്സ് ആണ്. ഇതിൻ്റെ ഒക്കെ പ്രിന്റ് ഇല്ലേ, അടിപൊളിയാണ്. നമുക്ക് രാജസ്ഥാനി പ്രിന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ രാജസ്ഥാനിൽ കാണുന്ന പ്രിന്റ്സ് ആണ് കൂടുതൽ. ഇതും കോട്ടൺ ആണ്. ഇത് കിങ് സൈസ് ആണിത്. അത് കുറച്ചും കൂടെ ഞാൻ വലിയ സൈസാണിത്. ഒരാൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ സാരിയുടെ കളക്ഷൻസിൽ ആദ്യം വന്നിരിക്കുന്നത് ബാന്തിനി സിൽക്കാണ്. ബാന്തിനി പ്രിന്റ് രാജസ്ഥാനിലെ ഫേമസ് ആണ്. ഇതാ ഇതിന്റെ ഈ
ബോർഡർ നോക്കൂ, അടിപൊളി ബോർഡറാണ്. ബാന്തിനി പ്രിന്റ് ഇപ്പം എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരിയാണിത്. ഇതൊരു മസ്റ്റേർഡ് കളറാണ്, വളരെ സോഫ്റ്റ് ആണ്. ഉടുക്കാൻ എന്ന് പറഞ്ഞാൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു കംഫർട്ട് ലെവൽ ഭയങ്കരമായിരിക്കും ഇതിന്റെ. ഇത് വിത്ത് ബ്ലൗസ് ആണ്. ഇതിന്റെ തന്നെ കളേഴ്സിലെ ഒത്തിരി കളേഴ്സ് ഒന്നുണ്ട്. ഇതാ റെഡ് വിത്ത് ഗോൾഡൻ ബോർഡർ. ഇനിയിപ്പോ ദിവാലിയൊക്കെ വരുമ്പം നമുക്കൊരു എല്ലാ ഫെസ്റ്റിവലിനും പറ്റിയൊരു കളക്ഷനാണിത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ. പ്രിന്റ്സ് ഒക്കെ സെയിം ആണ്, പക്ഷെ കളേഴ്സ് ഡിഫറെന്റ് ആണ്. ഇത് ബോട്ടിൽ ഗ്രീൻ 3 അടിപൊളി കളറാണ് ഇനിയിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറേ വെറൈറ്റീസ് ഇനിയുണ്ട് കളേഴ്സ്. നമുക്ക് ബ്ലൂ ഉണ്ടായിരുന്നു, ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നു, അതിൽ വയലറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 3 എടുത്തിരിക്കുന്നത്. ബാക്കി അവരോട് എപ്പോൾ പറഞ്ഞാലും അവരെനിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ദിവസത്തിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും വേറെ കളേഴ്സ് വേണം അല്ലെങ്കിൽ ഈ കളേഴ്സ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. റെഡും ഈ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്യുമ്പോഴില്ലേ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഫാബ്രിക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എങ്ങനെയുള്ള ഫാബ്രിക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകളാണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. സാരീസിൽ ഇനിയിപ്പോൾ 2-3 കളക്ഷൻസ് കൂടെ ഉണ്ട്. നമ്മുടെ ബാംബൂ സിൽക്ക് അല്ല ലിനനിലുണ്ട്. അങ്ങനെ 2-3 കളക്ഷൻസും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ നാളെ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അവിടെ പോയി മാർക്കറ്റിൽ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ശ്രീലയ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോൺഫിഡൻസ് ലെവലും അതിനനുസരിച്ച് വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അതിനെല്ലാം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുമെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി മാർക്കറ്റിൽ പോയി കണ്ടുപിടിച്ച് ഇങ്ങനെ ഫാബ്രിക് ഫീൽ ചെയ്ത് എനിക്ക് മേടിക്കാൻ പറ്റും എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ, ഇതൊക്കെ ഞാനൊരു സ്വപ്നം കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് അതൊരു ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സാരിയല്ല കുർത്തയായാലും ബെഡ്ഷീറ്റ് ആയാലും ഏതായാലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ട്, ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ അവിടെ പോയി മേടിച്ചുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പം അത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് അങ്ങനെ കോൺടാക്ട്സ് അവിടെ മാർക്കറ്റിൽ ആൾക്കാർ കോൺടാക്ട്സ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊറിയർ അയച്ചു തരും. അപ്പം ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ഞാൻ ഇതിന് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പം നാളെ ഇതിലും വേറെ കളക്ഷൻസ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ കാണിക്കാം. ബൈ.